വയനാടൻ വ്ളോഗേഴ്സ് നമുക്കറിയാം ഒരുപാട് കാലങ്ങളായിട്ട് യൂട്യൂബിലൊക്കെ അവരുടെ ഫാമിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടീംസാണ് വയനാടൻ വ്ളോഗേഴ്സ്. കുറച്ച് ദിവസങ്ങളായിട്ട് അവർ വലിയ രീതിക്കുള്ള ഒരു സൈബർ അറ്റാക്ക് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഏതൊരു വീഡിയോ ഇട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നോക്കുകയാണെങ്കിൽ ലീക്കഡ് എന്നുള്ള ഒരുപാട് കമന്റ്സ് നമുക്ക് കാണാം. എന്താണ് ലീക്കായത്? ആരാണെന്ന് അറിയാത്ത ഏതോ രണ്ട് പേരുടെ ഒരു വീഡിയോ അതിൽ ഇവരുടെ ഒരു ഫോട്ടോ തമ്പനയിൽ പോലെ സെറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഇവർ ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബിലൊക്കെ കമന്റ് ബോക്സിലത്തെ കമന്റ് വായിച്ചിടുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്. എന്തിനാണ് ഇങ്ങനത്തെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. ഇതിനും വൾഗർ ആയിട്ടുള്ള എത്രയോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. നമുക്ക് തന്നെ അറിയുന്ന എത്രയോ ടീംസ് ഉണ്ടടാ. എന്നിട്ട് പോലും അതൊന്നുമല്ല പ്രശ്നം. എനിക്കിപ്പോൾ ഇതിൽ യാതൊരു ഒന്നും തോന്നുന്നില്ല. ആള് ഷർട്ട് ഇട്ടിട്ടില്ല. അതൊക്കെ കണ്ടിട്ട് വികാരം കോരുന്നവരാണ്. അങ്ങനെയുള്ള ടീംസും ഉണ്ട് കേട്ടാ. ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ കമന്റ് ബോക്സിലൊക്കെ രാജാക്കന്മാരെ തേടിപ്പോയി കഴിഞ്ഞാലാണ് ഏറ്റവും വിറ്റ് വരുന്നത് 7 മെട്ടിലൊക്കെ പഠിക്കുന്ന പിഞ്ച് മക്കളാണ്. ഇവർ കിടന്ന് കരയണം, അയ്യോ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി, ഒന്ന് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം വേണം. ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കമന്റേ ഇല്ല. എല്ലാവരും പേടിച്ചു. എടാ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അമ്മാമാരൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിരുന്നത് ഈ ഒരു ഫേസ്ബുക്ക് യുഗത്തിലൊക്കെ. പക്ഷെ ഇപ്പോൾ അവരൊക്കെ വളരെയധികം ഡീസൻ്റ് ആണ്. ഇപ്പം ഈ പിള്ളേരാണ്. എന്താ പറയാ, എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ചേച്ചിയുണ്ട് അമ്മൂസ് എന്ന് പറയുന്നത്. ആൾ പറയുന്നുണ്ട് ഞാനൊരു അമ്മയാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴാടാ എന്താണ് വിഷമമെന്ന് നമ്മൾ അറിയാം. അപ്പോൾ നമ്മളെ പെങ്ങൾക്കോ അമ്മക്കൊക്കെ പറ്റുമ്പോൾ നമ്മൾക്ക് അയ്യോ കരച്ചിലായി പിഴിച്ചലായി കർമ്മ വന്ന് നമ്മളെ തലയിൽ അടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് കിട്ടും. അധികം സമയമൊന്നും എങ്ങോട്ടും പോവില്ല. നമ്മളിങ്ങനെ പറയണോണ്ടേ ഒരുപാട് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും റിപ്പോർട്ട് അടിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഉണ്ട്, വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും ഇനിയും അടിക്കുക, ഇനിയും അടിച്ചുകൊണ്ടിരിക്കുക. 100 പേര് കണ്ടാലും നമുക്കൊരു തേങ്ങയല്ലടാ. എന്തായാലും ബൈ. എന്തായാലും നമ്മളൊരൊറ്റ കാര്യം ചിന്തിക്കുക, നമുക്കും അമ്മയും പെങ്ങളും ഉണ്ട് എന്നുള്ളത്.